സ്ത്രീപീഡന ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആൾ എങ്ങനെയാണ് എം.എൽ.എ സ്ഥാനത്ത് തുടരുകയെന്നും പി പ്രസാദ് ചോദിച്ചു. ചേർത്തലയിൽ ടൈം ചാനലിനോട് സംസാരിക്കുകയായിരുന്നു പി പ്രസാദ്. ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നവരാണ് ജനപ്രതിനിധികൾ എന്ന ചുമതല ഏറ്റെടുക്കുന്നത്. ആ ജനങ്ങളുടെ മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുക എന്നത് ഒരു ജനപ്രതിനിധിക്ക് ഭൂഷണമല്ല എന്നതാണ് കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ജനപ്രതിനിധി എന്നുള്ള സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യകത ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും അത്തരമൊരു നിലപാടാണ് സ്വീകരിക്കേണ്ടുന്നത്. അത് സ്വീകരിക്കുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാടായിരുന്നു സ്വീകരിക്കേണ്ടിരുന്നത്. അതിനു പകരം ഞങ്ങൾ രാഷ്ട്രീയമായി സംഘടനാപരമായി ഇത്തരം നിലപാടുകൾ എടുത്തു എന്ന് പറഞ്ഞ് ഈ കാര്യത്തിൻ്റെ ഗൗരവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. ആ ശ്രമം ഒരു ശരിയായ കാര്യമല്ല. രാഷ്ട്രീയ പ്രവർത്തനം പരിശുദ്ധവും പവിത്രവുമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നതിൻ്റെ ഭാഗമായി ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടി ജനപ്രതിനിധിയായി എത്തുന്നവർക്ക് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം ഉണ്ടാവുകയാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന കാര്യം. അവൾ അടിയന്തരമായി ആ ഒരു നിലപാട് സ്വീകരിക്കാൻ, ജനപ്രതിനിധി എന്നുള്ളൊരു പദവി ഒഴിഞ്ഞ് ജനങ്ങളുടെ മുമ്പാകെ യാഥാർത്ഥ്യങ്ങൾ പറയാൻ, നിയമ നടപടികളെ നേരിടാൻ തയ്യാറാവുക എന്നുള്ളതാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത്. അല്ല അദ്ദേഹത്തിന് സംരക്ഷണത്തിൻ്റെ കവചങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ജോലിയിൽ നിന്ന് UDFും കോൺഗ്രസും മാറേണ്ടത് അനിവാര്യമാണ്. ഇത്രമേൽ ആരോപണ വിധേയനായ ഒരാളിനെ യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലയിലും KPCC ചുമതലയിലും നിയോഗിക്കാൻ പറ്റാത്ത ഒരാളിനെ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായി നിയോഗിക്കാൻ പറ്റും എന്ന് KPCCയും കേരളത്തിലെ UDFും വിലയിരുത്തുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചുമതല ഒക്കില്ല. എന്നാൽ ജനപ്രതിനിധിയാക്കാൻ വേണമെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് ജനപ്രതിനിധി എന്നതിൻ്റെ ഗൗരവത്തെ ചോർത്തിക്കളയുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ആ നിലപാട് തിരുത്തുക എന്നത് കോൺഗ്രസ് സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാട് കൂടിയാണ്.